أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أعطيناك الكوثر അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പരിശുദ്ധ ഖുർആനിലെ 108-ാമത്തെ അധ്യായം സൂറത്തുൽ കൗസർ. അതിലെ ആദ്യത്തെ വചനമാണ് നിങ്ങളിപ്പോൾ ഇവിടെ ശ്രവിച്ചത്. അർത്ഥം: സത്യമായും നാം നിനക്ക് കൗസർ നൽകിയിരിക്കുന്നു. കഴിഞ്ഞ ദർസിൽ അതിൻ്റെ ആദ്യ ഭാഗം വിശദീകരിക്കുകയുണ്ടായി. അതിൻ്റെ തുടർഭാഗമാണ് ഇനി കേൾപ്പിക്കാൻ പോകുന്നത്. കൗസർ എന്ന പദത്തിൻ്റെ 4 അർത്ഥങ്ങൾ അതിൽ പറയുകയുണ്ടായി. അതുപോലെ തന്നെ 4-ാമത്തെ അർത്ഥമായ നഹറുൻ ഫിൽ ജന്നത്ത്, അതായത് സ്വർഗത്തിലെ നദി എന്നുള്ള അർത്ഥം, അത് എങ്ങനെയാണ് അറബി ഡിക്ഷണറികളിൽ കയറിപ്പറ്റിയത് എന്നതിനെക്കുറിച്ചും വിവരിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ കൗസർ എന്ന പദത്തിന് ആദ്യം പറഞ്ഞ 3 അർത്ഥങ്ങളാണ് ഉള്ളത്. എന്നാൽ ഹദീസുകളിൽ കൗസർ എന്നതിൻ്റെ അർത്ഥം സ്വർഗത്തിലെ നദിയാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരീകരിച്ചതിനാൽ അതും നമുക്ക് നിഷേധിക്കാനാവില്ല. എന്നാൽ അതുകൊണ്ട് ഈ സൂറത്ത് അതേ കൗസറിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത് എന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഒന്നാമതായി ഈ 2 സംഭവങ്ങളും, അതായത് ഈ സൂറത്ത് അവതരിച്ച സമയവും മിറാജിൻ്റെ സമയവും, ഇത് രണ്ടും ഒരേ അവസരത്തിലല്ല നടന്നത്. മറിച്ച് ഈ 2 സംഭവങ്ങൾ 6-7 വർഷത്തിൻ്റെ വ്യത്യാസത്തിലാണ് നടന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് സമാനമായ 2 കാര്യങ്ങൾ കാണുമ്പോൾ ഒന്നിൻ്റെ പരാമർശത്തിൽ നിന്ന് മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കുന്നത് മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടുള്ള രീതിയാണ്. എന്നാൽ പൂർണ്ണമായും അത് തന്നെയാണ് എന്ന് പറയുന്നത് ബുദ്ധിക്ക് വിരുദ്ധമാണ്. ഇവിടെയും അതുതന്നെയാണ് നടന്നത്. അതായത് ഈ സ്ഥലത്ത് കൗസർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ നദിയെ മാത്രമല്ല. അതിനുള്ള തെളിവ് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സ്വഹാബാക്കളിൽ നിന്നും കിട്ടുന്നതാണ്. ബുഖാരിയിൽ ഹദ്റത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഒരു റിവായത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ്: ഖാല ഫിൽ കൗസരി ഹുവൽ ഖൈറുല്ലദീ അഅതാഹുല്ലാഹു ഇയ്യാഹു. അതായത് കൗസർ എന്നത് ഇഹലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട ഉയർന്ന തലത്തിലുള്ള നന്മയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ബുഖാരിയിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു സംഭവമാണ്. ഹദീസിൻ്റെ വലിയ പണ്ഡിതനും താബിഈങ്ങളിൽ വളരെ ഉയർന്ന ദർജയുമുള്ള സഈദ് ബിൻ ജുബൈറിനോട് ഒരിക്കൽ അബൂബഷർ ചോദിക്കുകയുണ്ടായി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഹലോകത്ത് ലഭിച്ച ഉയർന്ന തലത്തിലുള്ള എല്ലാ നന്മകളെയും കൗസർ എന്ന് വിളിക്കുന്നു എന്നാണ് നിങ്ങൾ ഞങ്ങളോട് പറയുന്നത്. എന്നാൽ കൗസർ സ്വർഗത്തിലെ ഒരു നദി ആണെന്ന് ആളുകൾ പറയുന്നു. ഇത് എന്താണ്? മറുപടിയായി സഈദ് ബിൻ ജുബൈർ പറയുകയുണ്ടായി, നിങ്ങൾ സ്വർഗത്തിൽ കാണുന്ന ആ നദി അത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. അതായത് നിങ്ങൾ സ്വർഗത്തിൽ കണ്ടെത്തുന്ന ആ നദി കൗസർ അല്ലെന്ന് ഞാൻ പറയുന്നില്ല. മറിച്ച് കൗസർ ധാരാളമുണ്ട്. ഈ നദിയും, അതായത് ഈ സ്വർഗത്തിലെ നദിയും അതിൻ്റെ ഒരു ഭാഗമാണെന്നും മാത്രമാണ് ഞാൻ പറയുന്നത്. ഈയൊരു റിവായത്തും ഈയൊരു കാര്യം തന്നെയാണ് തെളിയിക്കുന്നത്. അതായത് കൗസർ എന്നതിന് നദി എന്നുള്ള അർത്ഥം കൊടുത്തുകൊണ്ട് പരിമിതപ്പെടുത്താൻ കഴിയുന്നതല്ല. മറിച്ച് സ്വർഗത്തിലെ ആ നദി അത് ഈ കൗസറിൻ്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ ബുഖാരിയിൽ നിന്ന് ഹദ്റത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല നിന്നുള്ളൊരു റിവായത്തുണ്ട്. പറയുന്നു, അൽ കൗസറുൽ ഖൈറുൽ കസീർ, അതായത് കൗസർ എന്നത് ധാരാളമായ നന്മയാണ് എന്ന്. അതുപോലെ തന്നെ ഇക്രിമ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള റിവായത്തും പറയുന്നത് നുബുവത്തും പരിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ പരലോകത്ത് കിട്ടുന്ന പ്രതിഫലവും കൗസറിൽ ഉൾപ്പെടുന്നു എന്ന്. ഇതിൽ നിന്നെല്ലാം നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൗസറിന് വിശാലമായ അർത്ഥങ്ങളുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ അവയെ പരിമിതപ്പെടുത്തുന്നത്
അനുവദനീയമല്ല. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ദർസിൽ കേൾപ്പിക്കുന്നതായിരിക്കും. ജസാക്കുമുല്ലാഹു വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.